ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുഴൂരിൽ സൗജന്യ യോഗ പരിശീലന പദ്ധതി 200-ലധികം സ്ത്രീകളാണ് ഇവിടെ യോഗ പരിശീലിക്കുന്നത്. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ കേരളം പദ്ധതിയോടൊപ്പം ദേശീയ ആയുഷ് മിഷനും ചേർന്നാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ ഗർഭിണികൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം ആരംഭിക്കും. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ദേശീയ ആയുഷ് മിഷൻ പദ്ധതിയിൽ കുഴൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിശീലിപ്പിക്കുന്നത്. കുട്ടികൾ മുതൽ 80 വയസ്സുള്ള രാധാമണി വരെയുള്ളവർ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട്. 2.5 മാസമാണ് സാധാരണയായി ഒരു കോഴ്സായി കണക്കാക്കുന്നത്. രോഗങ്ങൾക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ടെന്നും ഗർഭിണികൾക്കുള്ള യോഗ വലിയ മാറ്റമുണ്ടാക്കുമെന്നും ക്ലിനിക്കൽ യോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി പാർവതി പറഞ്ഞു. ആബാലവൃദ്ധ ജനങ്ങൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേനലവർക്ക് കുട്ടികൾക്ക് യോഗ നമ്മൾ ട്രെയിനിങ് അഭ്യാസം കൊടുക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവ് ആവാനും മെൻ്റലി അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവാനും പിന്നെ കോൺസെൻട്രേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളെ വളരെയധികം യോഗ സഹായിക്കും. അപ്പം ഇവിടെ ഒത്തിരി വയ്യാത്ത അമ്മമാരുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. പ്രായഭേദമന്യ ആൾക്കാരുണ്ട്. ചെറിയ പ്രായത്തിലുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, നല്ല പ്രായത്തിലുള്ള 80 വയസ്സുവരെയുള്ള അമ്മമാർ ഇവിടെ വന്നിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ തന്നെ സാധിക്കാറുമുണ്ട്. ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ കെ നിഷ, പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ രവീന്ദ്രൻ എന്നിവരും രോഗികൾക്കാവശ്യമുള്ള യോഗ പരിശീലന രീതികൾ പകർന്നു നൽകും. എല്ലാ ദിവസവും രാവിലെ മുതൽ 1 മണിക്കൂറാണ് ബാച്ച് തിരിച്ച് പരിശീലിപ്പിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർത്രൈറ്റിസ് ബാധിച്ചവർക്ക് പ്രത്യേക ചികിത്സയുടെ ഭാഗമായുള്ള യോഗ പരിശീലനത്തിനായി നിരവധി പേരാണുള്ളത്. ഇവർക്ക് രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് യോഗയുടെ രീതിയും ദൈർഘ്യവും വ്യത്യാസപ്പെടും. കോഴ്സ് പൂർത്തിയാക്കി 200-ലധികം പേർ വീടുകളിൽ യോഗ ചെയ്യുന്നുണ്ട്. ഒരു ബാച്ചിൽ 15 മുതൽ 18 പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. TCV മാള.